ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിലൊക്കെ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന മറ്റാരുമല്ല, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡായ അനുവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാൻ എടുത്ത് നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിൽ കറുവാപ്പട്ട, ഏലയ്ക്ക, അതുപോലെ തന്നെ ഗ്രാമ്പു, കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ബേ ലീഫ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിന്നിവിടെ 2 കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ സവാള ഒരു 7 സവാളയോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതരിഞ്ഞ സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന സമയത്ത് തീ കയറി പിടിച്ച് ഗൈസ്, ഞാൻ ആകെ പേടിച്ചു പോയി. അതിൻ്റെ ബഹളമാണ് ആദ്യം തന്നെ കേൾക്കുന്നത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് ആള്, എൻ്റെ അനിയനാണ്, എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പം അതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ കൂടുതലും മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അത് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നേ. നമുക്ക് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മസാലയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണെന്നല്ലേ, അപ്പോൾ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ മസാലയെല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേനും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഫ്രോസൺ ചിക്കൻ എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്ക്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു,
അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് അതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണയല്ല സാദാ ഓയിലും കൂടെ മിക്സ് ചെയ്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ഉള്ളി മീൻസ് സവാളയാണ് ഉദ്ദേശിച്ചത്. സവാള അതുപോലെ തന്നെ കറിവേപ്പില കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ക്യാരറ്റും ഗ്രീൻ പീസും അതുപോലെ തന്നെ ഒരു നാരങ്ങയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഗ്രീൻ പീസും ക്യാരറ്റും ഇട്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണിക്കൊന്നും ഇതുണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ കുവൈറ്റിൽ മുനീർ എക്സൽ എന്ന് പറയുന്ന ഒരു അരി കിട്ടും. നല്ല അടിപൊളിയാണ്. അങ്ങനെ വെന്തുടഞ്ഞു പോവുമോ അല്ലെങ്കിൽ അരി അങ്ങനെ മുറിഞ്ഞു പോവുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല സൂപ്പർ അരിയാണ്. ഞാനാണ് ഇവരെ പരിചയപ്പെടുത്തിയ അരി. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ശരിക്കും ബിരിയാണി അരിയൊക്കെ മേടിക്കുമ്പോൾ നല്ല നല്ല ബ്രാൻഡ് സാധനം മേടിക്കണ്ടേ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. റൈസൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെയായിരുന്നു നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടു. അതിൻ്റെ പുറത്ത് റൈസ് ഇട്ടു. നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ തന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും സവാള അതുപോലെ തന്നെ കറിവേപ്പില, മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഇരിക്കുന്ന റൈസ് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ ബാലൻസ് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിനയില ഇവയെല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കുറച്ച് നെയ്യ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം.
ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല മണമായിരുന്നു ഇത് തുറന്നപ്പം. പൈനാപ്പിൾ എസൻസിൻ്റെയും ഈ നെയ്യുടെയും എല്ലാം കൂടെ ഒരു നല്ല മണമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വേറെ സ്റ്റൈലാണ് ഞാൻ കാണുന്നത്. ആദ്യം തന്നെ മസാല ചിക്കനും ചോറും എല്ലാം കൂടി ഇട്ട് അതിൻ്റെ പുറത്ത് റൈസ് വെച്ച് പൊത്തിയെടുത്തു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സലാഡും പപ്പടവും എല്ലാം വെച്ച് ഞങ്ങൾ തട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.